ഓക്കെ. ഇന്ന് ആദ്യം കാര്യങ്ങൾ പറയാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്റർ 4 ആണ്. പിന്നെ നാളെ നമ്മൾ ഇൻഷാല്ല നാളെ ഉച്ചക്കും മറ്റു സമയങ്ങളിലൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഏകദേശം നാളെ മാക്സിമം കവർ ചെയ്യും. നാളെ ഉച്ച വൈകുന്നേര സമയങ്ങളിലായി എപ്പോഴെങ്കിലും ഞാൻ ടൈം പറയണ്ടേ, സ്ക്രീൻ ചെയ്യുന്നേ ഉള്ളൂ, സ്ക്രീൻ ചെയ്യുമ്പോൾ പറയാം. ഓക്കെ. അപ്പോ അങ്ങനെ അതിനുശേഷമായിരിക്കും നമ്മുടെ ക്ലാസ്. നാളെ കുറച്ച് അധികം എടുത്തിട്ടായിരിക്കും കവർ ചെയ്യുക. കാരണം മറ്റന്നാ നമുക്ക് നിങ്ങൾക്ക് 4-ാം തീയതി അല്ലേ എക്സാം ഉള്ളത്. നിങ്ങളെ എക്സാം എന്നാ സ്റ്റാർട്ട് ചെയ്യണത്? 3-ാം തീയതി. 4-ാം തീയതി അല്ലേ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ്. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെ അന്ന് തന്നെയാണ് ഇൻകം ടാക്സിന്റെ ക്ലാസ്. അപ്പൊ അവർക്കും കുറച്ച് ലൈവ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ. അപ്പോ ഞാന് ഷെയർ ചെയ്തിട്ട് സ്ക്രീന് കാണുന്നുണ്ടോ നോക്കുക. സ്ക്രീന് കാണുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. കമന്റ് ചെയ്യാനായിട്ടില്ല. കമന്റ് ചെയ്യാൻ ഞാൻ മറ്റൊരു ഇത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഒരു ഹായ് എന്തെങ്കിലും ഇട്ടേ. ഞാൻ അതിന്റെ അപ്പുറത്തുള്ള ഇതിൽ കാണുന്നുണ്ടോ നോക്കട്ടെ. ഈ 3-ാം ചാപ്റ്ററിന്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ട് ഓക്കെ അല്ലേ? കാണുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? ഒറ്റ മിനിറ്റ് ഇട്ടോടാ. 1-2 പണികള്. ഫസ്റ്റ് ലൈവ് ആയതുകൊണ്ടേ എനിക്ക് കമന്റ് കാണണമെന്നുണ്ടെങ്കിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്താ ഡൗട്ടല്ലോ? ഓക്കെ, എന്നാ തുടങ്ങാം. ഇനി കാണുന്നുണ്ടല്ലോ അല്ലെ? ഞാന് ചില സ്ക്രീനുകളൊക്കെ ഉള്ളത് കാണുന്നുണ്ടല്ലോ അല്ലെ? ഒന്ന് കമന്റ് ചെയ്യും. ഇപ്പൊ കമന്റ് ചെയ്താൽ മതി. ഒന്ന് കാണാൻ നോക്കട്ടെ. ഞാൻ ചാപ്റ്റർ 4 അല്ലേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞത്. ചാപ്റ്റർ 4ലേക്ക് പോവാണ്. ചാപ്റ്റർ 4 എന്തിൻ്റെതാണ്? ചാപ്റ്റർ 4 എന്തുമായി ബന്ധപ്പെട്ടതാണ്? ചാപ്റ്റർ 4? നിങ്ങൾ ഒരു ഹായ് എന്തെങ്കിലും ഇട്ടാടാ. എനിക്ക് കമന്റ് ബോക്സ് കാണണം എന്നുണ്ടെങ്കിൽ അത് അറിയാനാണ്. എന്റെ ഹായ് കാണുന്നുണ്ടോ? അതുപോലെ നിങ്ങൾ എനിക്കൊരു ഹായ് ഇടി. ഓക്കെ ആണ്. അപ്പൊ സെറ്റാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ചാപ്റ്റർ 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 4 ബോണസ് ഷെയർ ആൻഡ് ഇഷ്യൂ ആണ്. ബോണസ് ഷെയർ ആൻഡ് റൈറ്റ് ഇഷ്യൂ. ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. അഡീഷണലി കമ്പനി എന്ത് ചെയ്യാണ്, അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ കൊടുക്കുന്നതാണ്. ഇതിലൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ് സർക്കംസ്റ്റാൻസസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർ ഒക്കെ. അതൊക്കെ നമുക്ക് പറയാം. അതിന്റെ തിയറി ഞാൻ പറയുന്നുണ്ട്. പിന്നെ അതിന്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ബോണസ് ഷെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ബോണസ് ഷെയർ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ട റിസർവുകൾ. ബോണസ് ഷെയർ എങ്ങനെ കമ്പനി ഇഷ്യൂ ചെയ്യാം? ബോണസ് ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്യാൻ കമ്പനിക്ക് എന്ത് വേണം? കുറച്ച് ഷെയറുകൾ ആവശ്യമുണ്ട് അല്ലെ? കുറച്ച് റിസർവുകൾ ആവശ്യമുണ്ട്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ചില റിസർവുകൾ എടുത്തിട്ടായിരുന്നു റെഡീം ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലായിരുന്നു. അതേപോലെ തന്നെ ബോണസ് ഷെയർ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കമ്പനി എന്തെടുത്താ കൊടുക്കുക? പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് കിട്ടും? ക്യാപിറ്റൽ എമൗണ്ട്. റെക്കോർഡിംഗ് ആണ്, വെറുതെ ക്യാമറ ഓൺ ആക്കി കളിക്കണ്ട കേട്ടോ. റെക്കോർഡ്സിൽ വരാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കാം. പിന്നെ മൈക്കൊക്കെ ആവശ്യത്തിന് മാത്രം ഓൺ ആക്കുക. ഞാൻ എനിക്ക് ചിലപ്പോ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടി വരും, അതൊന്നും ശ്രദ്ധിക്കാം. ഓക്കെ. ക്യാപിറ്റൽ ഉണ്ടാക്കുക എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അത് ഫ്രീ ആയിട്ടാ ബോണസ് ഷെയർ കൊടുക്കുക. എന്നാൽ അതേസമയം നമ്മൾ പൈസക്ക് ഷെയർ കൊടുക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ ഉണ്ടാവുക?
ക്യാഷ് എടുത്തിട്ടായിരിക്കും ഷെയർ എന്ത് ചെയ്യുക, ക്യാഷ് അക്കൗണ്ട് എറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്നാൽ ചെയ്യാം. പക്ഷെ ഇവിടെ ക്യാഷ് ഇല്ല, എന്നാൽ എന്ത് ചെയ്യണം, നമുക്ക് ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യും വേണം. അതിപ്പോ എങ്ങനെ ചെയ്യാം? അപ്പൊ ഡെബിറ്റിൽ എന്തോ ഒരു ഐറ്റം വരണം അല്ലെ? സ്വാഭാവികമായിട്ടും ഷെയർ ക്യാപിറ്റൽ കൂട്ടണം, അതിന് ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റിൽ എന്തായിട്ട് എടുക്കും? അതാണ് നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക ഫ്രീ റിസർവുകളും മറ്റു ചില ക്യാപിറ്റൽ റിസർവുകളും ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഏതൊക്കെ റിസർവുകൾ ഉപയോഗിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസ്, ജനറൽ റിസർവ്, അതുപോലെ തന്നെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അത്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, അതുപോലെ തന്നെ ചില ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റുകൾ ഉപയോഗിക്കും. ഏതൊക്കെയാണ്? പ്രോഫിറ്റ് പ്രിയർ ഇൻകോർപ്പറേഷൻ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഇന്നലെ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്നും പറ്റൂല എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഇതൊക്കെ പറ്റും. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ ഇതൊക്കെ പറ്റും. അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ സെക്യൂരിറ്റി പ്രീമിയം കളക്റ്റഡ് ഇൻ ക്യാഷ് ഉണ്ട്, ക്യാഷിൽ കളക്ട് ചെയ്ത സെക്യൂരിറ്റി പ്രീമിയം ഉണ്ടെങ്കിൽ അല്ലെ, നമ്മൾ ഷെയർ ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം കിട്ടുന്നത് ക്യാഷ് കളക്ട് ചെയ്തുകൊണ്ട് തന്നെയല്ലേ. അപ്പൊ ഇത്രയും റിസർവുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക. ഇത്രയും റിസർവുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യണം? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക. അപ്പോ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള റിസർവുകൾ പേരൊന്ന് മനസ്സിലാക്കിയാൽ മതി. എന്തായിരിക്കും ജേണൽ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോ നമ്മള് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും, അതുപോലെ തന്നെ ഒരു ഷെയർ ഫുള്ളി പെയ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അതിന് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം ഫുള്ളി പെയ്ഡ് ആക്കാൻ വേണ്ടി കുറച്ച് ബോണസ് കൊടുക്കും, എന്നിട്ട് അതിന് പുതിയ ഷെയർ എന്ത് ചെയ്യുള്ളൂ? ഇഷ്യൂ ചെയ്യുള്ളൂ. അങ്ങനത്തെ രണ്ടാമത്തെ മെത്തേഡും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇന്നത്തെ ഒരു മണിക്കൂറാണ് നമുക്ക് കിട്ടുക. കാരണം എനിക്ക് 8:30 മറ്റൊരു ലൈവ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ടൈം കുറച്ച് കുറവാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നാളെ നമ്മൾ വ്യത്യസ്ത സമയങ്ങളിലായിട്ട്, നാളെ നമുക്ക് രാവിലെ ഒരു 10 മണി മുതൽ ഒരു 12 മണി വരെ ഒരു ക്ലാസ് വെച്ചുകൂടാ? 10 to 12 ഒരു ക്ലാസ് വെച്ചുകൂടെ? നിങ്ങളുടെ ഒരു കമന്റിൽ ഒന്ന് അറിയിച്ച്. അതായത് ചാപ്റ്റർ 5 ആയിക്കോട്ടെ, ചാപ്റ്റർ 5 എന്നൊരു എസ്സേ ഞാൻ നല്ലോണം പ്രതീക്ഷിക്കുന്നുണ്ട്. ചാപ്റ്റർ 5 ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 10 to 12. ഓക്കെ, പിന്നെ അതിനുശേഷം നൈറ്റിൽ നമുക്ക് ഒരു 9 to 11. ഓക്കെ, 9 to 11 ഞാൻ നിങ്ങളൊക്കെ നീച്ചാവുമെന്ന് കരുതിയിട്ടാണ്. 9 to 11 ഓക്കെയാണ്. ഓക്കെ, എന്നാ 10 to 12 വിട്ട് 9 to 11 ആക്കാം. ഓക്കെ, കല്യാണം ഉണ്ടോ ജിഷാന? 9 to 11. പിന്നെ വൈകുന്നേരം നമുക്ക് എപ്പോ പറ്റും? അഞ്ച് to 7 പറ്റുമെന്ന് പറഞ്ഞേ. വൈകുന്നേരം 5 to 7 എന്ന് പറഞ്ഞേ. 5 to 7 നോക്കാം. ഇതൊക്കെ ഞാൻ മഗ്‌രിബ് ഉണ്ട്. ഓക്കെ, നോക്കാം. ഏതായാലും വൈകുന്നേരത്തെ ടൈം ഞാൻ ഈ 9 to 11 ഇടയിൽ പറയാണ്ട്. അപ്പോ ഇവിടെ നോക്ക്, ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ റിസർവുകൾ ഉപയോഗിക്കാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ചെയ്യുന്ന ജേണൽ എൻട്രി എങ്ങനെയാന്നുള്ളതാ. നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും മിനിമം ജേണൽ എൻട്രീസ്, പിന്നെ എന്ത് ചെയ്യുക, റിസർവുകൾ ഉപയോഗിക്കാം. അതായത് ക്യാപിറ്റൽ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, എന്നിട്ട് ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. എഴുതേണ്ടത് എന്താണ്? ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് എന്ന് കൊടുക്കുക. ഇത് നല്ലോണം മനസ്സിലാക്കിയത് നമ്മൾ നല്ല ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്രയും റിസർവുകൾ നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാൻ പോവാണ്? 1,00,000 രൂപന്റെ പുതിയ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോവാണ്. 1,00,000 രൂപയുടെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്താണ് അറിയോ? 1,00,000 രൂപന്റെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ 1,00,000 രൂപക്കുള്ള പിന്നെ റിസർവുകൾ നമ്മുടെ കയ്യിലുണ്ടോ നോക്കണം. 1,00,000 രൂപക്കുള്ള എന്തുണ്ടോ നമ്മൾ നോക്കണം? റിസർവ് നമ്മുടെ കയ്യിലുണ്ടോ നോക്കണം. റിസർവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ നിന്നോളൂ. നമുക്ക് എന്ത് ചെയ്യാം? ഈ ബോണസ് ഷെയറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ ആണല്ലോ? അങ്ങനെ ചെയ്യുമ്പോ ഈ ഏതൊക്കെ റിസർവാ? ഞാൻ ഉദാഹരണത്തിന് സെക്യൂരിറ്റി പ്രീമിയത്തില് എന്തുണ്ട്? ഒരു 50,000 രൂപ ഉണ്ട്. സെക്യൂരിറ്റി പ്രീമിയത്തിൽ ഒരു 50,000 രൂപ ഉണ്ട്. അതേപോലെ തന്നെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവില് ഒരു 10,000 രൂപ ഉണ്ട്.
അതുപോലെ തന്നെ എന്റെ ജനറൽ റിസർവില് ഒരു 40,000 രൂപയുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെ ബോണസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ബോണസ് ഇഷ്യൂ ചെയ്യുക, നല്ലോണം ശ്രദ്ധിക്കുക. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ എന്താണ് ബോണസ് ഷെയർ ഇഷ്യൂ ഉള്ള ജേണൽ എൻട്രി നമ്മൾ പറഞ്ഞു. 1,00,000 രൂപയാണ് നമ്മുടെ 1,00,000 രൂപന്റെ റിസർവ് നമ്മുടെ കയ്യിലുണ്ട്. ഏതൊക്കെ? സെക്യൂരിറ്റി പ്രീമിയം 50,000 ആയിരുന്നു പറഞ്ഞതിന്റെ ഓർമ്മ. അതുപോലെ തന്നെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഒരു 40,000 ഉണ്ട്. ജനറൽ റിസർവ് എത്ര ഉണ്ട്? ഒരു 10,000 ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ബോണസ് ഷെയർ, പുതിയ 1,00,000 ബോണസ് ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു. ജേണൽ എൻട്രി എങ്ങനെ നോക്കുക, നല്ലോണം ശ്രദ്ധിക്കുക. എങ്ങനെയായിരിക്കും ജേണൽ എൻട്രി എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ. പിന്നെ പേരൻസ് മീറ്റിങ്ങിന് കുറെ ആൾക്കാർ വരാത്തുണ്ട്, അവർക്ക് ഞാൻ കാണും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അതുപോലെ തന്നെ അത് 1,00,000 അല്ല, 50,000 അല്ലേ ഉള്ളൂ. 50,000. അതുപോലെ തന്നെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് 40,000. ജനറൽ റിസർവ് എത്ര? 10,000. ഇപ്പൊ 1,00,000 ആയി. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് എത്ര? 1,00,000 രൂപ. അതിനുശേഷം ഒന്നാമത്തെ എൻട്രി കഴിഞ്ഞു. ബോണസ് ഷെയർ ഹോൾഡേഴ്സിന് ഈ റിസർവ് നിന്ന് കാര്യങ്ങൾ മാറ്റി വെച്ചു. ദെൻ അടുത്ത എൻട്രി ഈ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിനെ അങ്ങോട്ട് എടുക്കുക. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താടാ? ഇക്വിറ്റി ഷെയർ അല്ലേ? അപ്പൊ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര? 1,00,000 രൂപ. എൻട്രി ഓക്കെ ആണോ? കമന്റ് ചെയ്യ്. യെസ്, എല്ലാവരും ഹലോ. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ജേണൽ എൻട്രി ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പ്രീമിയത്തിലാണെങ്കിൽ എന്താന്നുള്ള രീതി നമുക്ക് നോക്കാം. പ്രീമിയത്തിലാണെങ്കിൽ, അതായത് ഇഷ്യൂ ചെയ്യാൻ പോകുന്ന ഇതെന്താണ്, പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ, ഉദാഹരണം 1,00,000 രൂപന്റെ നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതില് നമ്മൾ 1,00,000 രൂപന്റെ ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ അതിന് പ്രീമിയത്തിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. ഇഷ്യൂ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരു 20% പ്രീമിയം പറയുമ്പോൾ എത്ര ആവും? 1,20,000 ആണ് അതിൽ വരിക. അത് പ്രീമിയം കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയും ശ്രദ്ധിക്കുക. നേരത്തെ എക്സാമ്പിളിൽ ഞാൻ സിങ്കിങ് ഫണ്ടിൽ ഒരു 20,000 കൂട്ടുന്നുണ്ട്. അപ്പൊ സെക്യൂരിറ്റി പ്രീമിയത്തിൽ കഴിഞ്ഞാൽ 50,000 ഉണ്ട്. ഇവിടെ തന്നെ ഇതാ 50,000 ഉണ്ട്. CRR ഒരു 40,000 ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഏതായിരുന്നു, ജനറൽ റിസർവില് ഒരു 10,000 ഉണ്ട്. സിങ്കിങ് ഫണ്ടിൽ ഒരു 20,000 ഉണ്ട്. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് 1,20,000 എന്ന് കൊടുക്കാം. അതിനുശേഷം ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് 1,20,000 ടു ഷെയർ ക്യാപിറ്റൽ 1,00,000. അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം 20,000. ഇങ്ങനെയാണ് പ്രീമിയം വന്നാലുള്ള എൻട്രി. അത് ക്ലിയർ ആണോ എന്നൊന്ന് പറഞ്ഞേ. ആ എൻട്രി ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് പറഞ്ഞേ. ഓക്കെ, 1 more പറഞ്ഞത് ഇതന്നെ ആയിരിക്കും കരുതുന്നത്. ഓക്കെ, അപ്പം ഇതാണ് സംഭവത്തില് 1,00,000 രൂപയുടെ ഷെയർ ഉണ്ട്. 1,00,000 രൂപയുടെ ഷെയർ, അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 1,20,000 കൊടുക്കുന്നത്. അപ്പൊ പ്രീമിയം അധികം ഉണ്ട്. ഇതെങ്ങനെ സെറ്റിൽ ചെയ്യുന്ന? അപ്പൊ നമ്മൾ നേരത്തെ എക്സാമ്പിൾ തന്നെ പറഞ്ഞു, സെക്യൂരിറ്റി പ്രീമിയത്തിൽ നമുക്ക് 50,000 ഉണ്ട്. അതേപോലെ തന്നെ ക്യാപിറ്റൽ റിഡംഷനിൽ 40,000, ജനറൽ റിസർവിൽ 10,000 ഉണ്ട്. ഇനി നമ്മൾ പുതിയത് പറഞ്ഞത് സിങ്കിങ് ഫണ്ടിൽ ഒരു 20,000 ഉണ്ട്. അപ്പൊ നമ്മളെടുത്ത് ടോട്ടൽ 1,20,000 ആയി. അത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിലേക്ക് ആദ്യം മാറ്റി വെക്കുക. ഈ ഫണ്ടിന് ഇല്ല, അത്രയും ഫണ്ട് കുറഞ്ഞു. എന്നിട്ട് അത് കൊടുത്തതിന് ശേഷം ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് താഴെ ഉണ്ടാവും. അതിനെ വീണ്ടും ഡെബിറ്റ് ചെയ്യുക. ഡെബിറ്റ് ചെയ്തിട്ട് ഷെയർ ക്യാപിറ്റലിക്ക് എത്രയേ പോകാൻ പറ്റുള്ളൂ? അതിന്റെ ഫേസ് വാല്യൂ പോകാൻ പറ്റുള്ളൂ. സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് 20,000 അതിന്റെ ഫുൾ എമൗണ്ടും പോകാൻ പറ്റും. ആൾക്കാരാണ്. ഓക്കെ ആണോ അല്ലേ ഒന്ന് കമന്റ് ചെയ്യ്. കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ ആണോ അല്ലേ ഒന്ന് കമന്റ് ചെയ്യ്.
യെസ് ഓർ നോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ എൻട്രിയിലേക്ക് ഞാൻ പിന്നെ വരാം കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാൻ പോവാണ്. നല്ലോണം ശ്രദ്ധിക്കുക. ബോണസ് ഷെയർ അറ്റ് പാർ. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണ്. അപ്പൊ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. എക്സ് ലിമിറ്റഡ് വിത്ത് എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 lakh ഡിവൈഡഡ് ഇൻടു എക്സ് ലിമിറ്റഡിന്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്? എക്സ് ലിമിറ്റഡ് വിത്ത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 5 lakh ഡിവൈഡഡ് ഇൻടു ഷെയർസ് ഓഫ് 10 each. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 ലക്ഷം ഉണ്ട്. ഷെയർ എത്രയാണ്? ഒരു ഷെയറിന്റെ വില 10 ആണ്. ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്. ഹാഡ് റിസോൾവ് ടു ക്യാപിറ്റലൈസ് 80,000 ഓഫ് അക്യുമുലേറ്റഡ് റിസർവ് ഓഫ് 1,25,000. അതായത് അതിന്റെ കയ്യിലുള്ള അക്യുമുലേറ്റഡ് റിസർവ് 1,25,000 ഉണ്ട്. അതിൽ നിന്നും 80,000 രൂപ ക്യാപിറ്റലൈസ് ചെയ്യാൻ തീരുമാനിച്ചു. എങ്ങനെ? ബൈ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് ഓഫ് 10 each ഫുള്ളി പെയ്ഡ്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്താണ്ട് എങ്ങനെ? 10 each ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ 10 ഇഷ്യൂ ചെയ്തിട്ട്. അപ്പൊ കമ്പനിന്റെ അടുത്ത് ഓൾറെഡി എത്ര ഷെയർ ഉണ്ട്? 5 ലക്ഷം ഷെയർ ഉണ്ട്. ഇനി പുതുതായിട്ട് കമ്പനി എന്ത് ചെയ്യാൻ പോവാണ്? 80,000 രൂപയും കൂടി ക്യാപിറ്റലൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത കമ്പനിന്റെ അടുത്ത് എത്ര ഷെയർ ക്യാപിറ്റലായി മാറും? 5,80,000 രൂപയായി മാറും. അതിന് വേണ്ടിയിട്ട് ഈ 80,000 ക്യാഷ് ആയിട്ടാണോ വരിക? ഒരിക്കലും അല്ല. 80,000 വരേണ്ടത് നമ്മുടെ അടുത്തുള്ള റിസർവ് ഉണ്ട്. ആ റിസർവ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്. അപ്പോ ക്വസ്റ്റ്യൻ മനസ്സിലായോ എന്ന് കമന്റ് ചെയ്യുക. ആ റിസർവിന്ന് 1,25,000 നമ്മുടെ അടുത്ത് റിസർവ് ഉണ്ട്. അതിൽ നിന്നും 80,000 എടുക്കും. എന്നിട്ട് അതെന്ത് ചെയ്യും? ആദ്യം ഷെയർ ഹോൾഡേഴ്സിലേക്ക് മാറ്റണം. അതിനുശേഷം ഷെയർ ഹോൾഡേഴ്സിന് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റണം. ഇതാണ് ഉദ്ദേശം. ഇതിന്റെ ക്വസ്റ്റ്യന്റെ ആ ഒരു ആകെ തുക മനസ്സിലായോ ഇല്ലയെന്നൊന്ന് കമന്റ് ചെയ്യും. എക്സ് ലിമിറ്റഡ് വിത്ത് എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 5 lakh. എക്സ് ലിമിറ്റഡിന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? ക്യാപിറ്റൽ എത്ര ഉണ്ട്? 5 ലക്ഷം രൂപ ഉണ്ട്. ഡിവൈഡഡ് ഇൻടു ഷെയർസ് ഓഫ് 10 each ഫുള്ളി പെയ്ഡ്. ആ ഒരു ഷെയറിന്റെ വില എത്രയാണ്? 10 രൂപയാണ്. ഓക്കെ. ഹാഡ് റിസോൾഡ്, അവിടെ കമ്പനി എന്ത് ചെയ്തു? തീരുമാനിച്ചു ടു ക്യാപിറ്റലൈസ് 80,000 80,000 രൂപ ക്യാപിറ്റലൈസ് ചെയ്യാൻ ഓഫ് അക്യുമുലേറ്റഡ് റിസർവിന്റെ 80,000 ക്യാപിറ്റലൈസ് ചെയ്യാൻ ഓഫ് റുപ്പീസ് 1,25,000. 1,20,000 അക്യുമുലേറ്റഡ് റിസർവ് ഉണ്ട്. അതിൽ നിന്നും 80,000 രൂപ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് ക്യാപിറ്റലൈസ് ചെയ്യാൻ തീരുമാനിച്ചു. എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നത്? ബൈ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് ഓഫ് 10 each ഫുള്ളി പെയ്ഡ്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട്. അപ്പൊ 80,000 രൂപ റിസർവ് എടുത്തിട്ട് അത് ഷെയർ ആക്കി മാറ്റുകയാണ്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. പാസ് നെസസറി ജേണൽ എൻട്രി പാസ് ചെയ്യാനാ പറയുന്നത്. ഓക്കെ ആണോ? അല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയെന്ന് കമന്റ് ചെയ്യാം. എല്ലാവരും ആ ഒന്നുകൂടെ എന്ന് പറഞ്ഞ ആളുകളുടെ റെസ്പോൺസിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. മയ്യാസ്, മിഥിലാജ്, ഓക്കെ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസർവിൽ 80,000 രൂപ ഉണ്ട്. അപ്പൊ റിസർവിനെ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഇവിടെ റിസർവിന്റെ പേര് എന്താന്ന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് റിസർവ് അക്കൗണ്ട് ഡെറ്റർ. റിസർവ് അക്കൗണ്ടിൽ എത്ര ഉള്ളത്? 1,25,000 ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള 80,000 ആണ്. ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ. 80,000. അതിനുശേഷം അടുത്തെന്താ? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എത്ര? 80,000. ഇതാണ് ജേണൽ എൻട്രി.
റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓക്കെ ആണോ എൻട്രി? ഒന്ന് നോക്കൂ. റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ് ഷെയർ, ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഇഷ്യൂ ചെയ്തു, ഡിക്ലെയർ ചെയ്തു. ദെൻ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ടു ക്യാപിറ്റൽ 80,000. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ക്വസ്റ്റ്യന്റെ കാര്യം മനസ്സിലാക്കണം എന്നേ ഉള്ളൂ. ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ എന്ത് ചെയ്യാണ്? ഇഷ്യൂ ചെയ്യാണ്. രണ്ട് എൻട്രി നല്ലപോലെ നോക്കുക. റിസർവ് ബോണസ് ഷെയർ ഹോൾഡേഴ്സിലേക്ക് മാറ്റി, ഇനി ബോണസ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ക്യാപിറ്റൽക്ക് മാറ്റി. ഓക്കെ ആണോ? യെസ് ഓർ നോ? എല്ലാവരും നിങ്ങളുടെ റിയാക്ഷൻ എന്തെങ്കിലും ഒന്ന് വന്നാലേ എനിക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ഈ വെയിറ്റ് ചെയ്യുന്നത്. യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി പ്രീമിയത്തിൽ ബോണസ് കൊടുക്കുകയാണെങ്കിലല്ലേ, ഇതൊരു ചെറിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. യഥാർത്ഥത്തിൽ ബോണസിന്റെ എല്ലാ എലമെന്റും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. നല്ലോണം ശ്രദ്ധിക്കുക, നല്ലോണം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ആകെ പറയുന്ന പോയിന്റ് മനസ്സിലാക്കിയ ഹാഫ് വേ നമ്മൾ സൊല്യൂഷനിൽ എത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നല്ലോണം നോക്കുക. AB Limited has a share capital of 20 lakh. AB Limitedന്റെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 20 lakh ആണ്. ഇൻ ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ആസ് ഫുള്ളി പെയ്ഡ്. അപ്പൊ ഷെയർ ക്യാപിറ്റൽ 20 ലക്ഷം ഉണ്ട്. അത് എത്രയാണ്? 10 രൂപന്റെ ഫുള്ളി പെയ്ഡ് ഷെയർ ആണ്. 10 രൂപയിൽ 10 എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ദ കമ്പനി നൗ ഡിക്ലെയർസ്. കമ്പനി ഇപ്പൊ എന്ത് ചെയ്യാണ്? ഡിക്ലെയർ ചെയ്യാണ് ബോണസ് ഡിക്ലെയർ ചെയ്യാണ്. ഔട്ട് ഓഫ് ഇറ്റ്സ് ഫ്രീ റിസർവ് ഓഫ് ₹8 lakh. 8 ലക്ഷത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? കമ്പനി ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന ബോണസ്. ദിസ് ബോണസ് ഈസ് ടു ബി പെയ്ഡ്. ബോണസ് എങ്ങനെയാടാ പേ ചെയ്യേണ്ടത്? ബൈ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് അറ്റ് പ്രീമിയം ഓഫ് ₹2 പെർ ഷെയർ. അതായത് 10 ഈച്ചിന്റെ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് അറ്റ് പ്രീമിയം പെർ ഷെയർ, അറ്റ് ₹2 പ്രീമിയം പെർ ഷെയർ. ഷെയറിന് 10 രൂപന്റെ ഷെയർ ആണ്, പക്ഷെ എത്ര നമ്മൾ കൊടുക്കണം? പ്രീമിയം 2 രൂപയും കൂടി കൊടുക്കണം. അതായത് 12 രൂപക്കാണ് ഷെയർ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. എത്ര ഷെയർ ഇഷ്യൂ ചെയ്യും? കഴിഞ്ഞ ക്വസ്റ്റ്യൻ അതൊന്നും പറഞ്ഞില്ല. അതവിടെ പറയുന്നത്. ഫോർ എവറി 4 ഷെയർസ് ഹെൽഡ് ബൈ ദ ഷെയർ ഹോൾഡർ ഹോൾഡ് ചെയ്യുന്ന ഓരോ 4 ഷെയറിനും ഒരു ഷെയർ. അതാണ് എങ്ങനെ മനസ്സിലായത്? ഈച്ച് അറ്റ് എ പ്രീമിയം ടു ബൈ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് അറ്റ് എ പ്രീമിയം പെർ ഷെയർ ഫോർ എവറി 4 ഷെയർസ് ഹെൽഡ് ബൈ ദ ഷെയർ ഹോൾഡർ. ഓരോ ഷെയർ ഹോൾഡറും 4 ഷെയർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിന് അയാൾക്ക് ഒരു ഷെയർ വീതം കൊടുക്കുകയാണ്. ദ ഷെയർ കോട്ടഡ് അറ്റ് ₹15 ഓൺ ദ ഡേറ്റ് ഓഫ് അലോട്ട്മെന്റ് ഓഫ് ബോണസ് ഷെയർ അലോട്ട് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഇതിന്റെ വില എത്ര? 15 മാർക്കറ്റിൽ എത്ര ആയിക്കോട്ടെ, നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 12 അത് നിലവിൽ നമുക്ക് ഇവിടെ ആവശ്യമൊന്നുമില്ല. അതിൽ എക്സ്ട്രാ ഒരു ബോണസ് എലമെന്റ് ഉണ്ട്. എത്രയാണ്? 3 രൂപയും കൂടി എക്സ്ട്രാ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. അതിൽ വേറെ എലമെന്റ് ഒന്നുമില്ല. അപ്പൊ എന്താണ് നമ്മള് കമ്പനീന്റെ ഷെയർ ക്യാപിറ്റൽ എത്രയെന്നുള്ളത് ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് പറഞ്ഞേ, ഒന്ന് കമന്റ് ചെയ്തേ. കമ്പനീന്റെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? കമ്പനീന്റെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? എടാ മലയാളത്തിൽ അവിടെ എഴുതി വെച്ചത് എത്രയാണ് എന്നുള്ളത് അതൊന്ന് കമന്റ് ചെയ്യാനാണ് പറയുന്നത്. വായിച്ചിട്ട് എത്രയാണ് കമ്പനീന്റെ ഷെയർ ക്യാപിറ്റൽ? യെസ്, 20 ലക്ഷമാണ്. 20 ലക്ഷമാണ്. ഓക്കെ, 20 ലക്ഷമാണ്. ഓക്കെ, ഇനി 20 ലക്ഷം ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. എത്ര ഷെയർ ഉണ്ട് അതും കൂടെ അറിയണം. എത്ര ഷെയറുകൾ ഉണ്ട്? ഷെയർ ക്യാപിറ്റൽ 20 ലക്ഷമാണ്. നമ്പർ ഓഫ് ഷെയർ എത്ര? നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? നമ്പർ ഓഫ് ഷെയർസ് എത്രയുണ്ട്? നമ്മുടെ അടുത്തുള്ള ഷെയർ എത്ര ഉണ്ട്? 20 ലക്ഷം ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എത്ര ഷെയറുകൾ നമ്മുടെ കയ്യിലുണ്ട്? ഒരു ഷെയറിന്റെ വില 10 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഷെയർ ഉണ്ട്?
ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ 20 ലക്ഷമാണ്. ഒരു ഷെയറിന്റെ വില 10 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര? തഹ്ദിൽ പറയുന്നു 2 ലക്ഷം. 2 ലക്ഷം. എല്ലാവരും 2 ലക്ഷം. എങ്ങനെ കിട്ടി 2 ലക്ഷം? 2 ലക്ഷം എന്ന് പറയുന്നത് 20 ലക്ഷം നമ്മുടെ കയ്യിലുണ്ട് അല്ലെ? എത്ര ഉണ്ട്? 20 ലക്ഷം. ഈ 20 ലക്ഷത്തിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? അതിന്റെ ഷെയർ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ അടുത്ത് 2 ലക്ഷം ഷെയർ ഉണ്ട്. ഇനി എന്റെ അടുത്ത ചോദ്യം, കമ്പനി എത്ര ബോണസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്? കമ്പനി എത്ര ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്? എത്ര എണ്ണം? 2 ലക്ഷം ഷെയർ നമ്മുടെ കമ്പനിന്റെ അടുത്തുണ്ട്. കമ്പനി പറയുന്നത് ഇത്ര ഷെയർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഇത്ര ഷെയർ എന്ന് പറയുന്നുണ്ട്. അത് നോക്കിയിട്ട് കമ്പനി പുതിയതായിട്ട് എത്ര ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്? നല്ലോണം ശ്രദ്ധിച്ചിട്ട് പറയൂട്ടോ. ഇത്തരം കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയാലേ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ആയി ചോദിക്കുന്നത്. എത്ര ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്? നിങ്ങൾ ഈ ഏരിയ ഒന്ന് വായിച്ചാൽ മതി. ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each at a premium of ₹2 per share for every 4 shares held. 4 ഷെയർ ഹോൾഡ് ചെയ്യുന്നതിന് ഒരു ഷെയർ കൊടുക്കുന്നുണ്ട്. 4 ഷെയർ ഹോൾഡ് ചെയ്യുന്നവന് ഒരു ഷെയർ കൊടുക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അല്ലെ, 4 ഷെയർ ഒരാൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഷെയർ കൊടുക്കും. ഒരു ഷെയർ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എത്ര പുതിയ ഷെയർ കൊടുക്കുന്നുണ്ട്? എങ്ങനെ കാണും? തഹ്ദില 50,000 എന്ന് പറയുന്നു. വേറെ ആരെങ്കിലും? എങ്ങനെ 50,000 കിട്ടിയേ? നമ്മുടെ അടുത്തുള്ള ഷെയർ 2 ലക്ഷമാണ്. നമ്മുടെ അടുത്തുള്ള ഷെയർ 2 ലക്ഷമാണ്. ഈ 2 ലക്ഷത്തിന് നമ്മൾക്ക് പുതുതായിട്ട് കിട്ടാൻ പോണത് ഒരു ഷെയർ ആണ്. എത്ര ഷെയറിന്? 4 ഷെയറിന്. അപ്പൊ 2 ലക്ഷം ഇൻറ്റു 1/4 ചെയ്യുമ്പോൾ കിട്ടും പുതുതായിട്ട് എത്ര ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോവാണ്. നമ്മൾ 50,000 ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 50,000 ന്യൂ ഷെയർസ്. എന്താ ഷമ്മാസ് ബെഡും കടന്നാണ്ടൊക്കെ ഷമ്മാസ് കാണണേ? ക്യാമറ ഓഫ് ചെയ്. 50,000 കിട്ടിയ മനസ്സിലായോ? 2 ലക്ഷം ഷെയർ നമ്മുടെ കയ്യിലുണ്ട്. ഓരോ 4 ഷെയറിനും ഒരു ഷെയർ ആണ് കൊടുക്കുന്നത്. അതെങ്ങനെ മനസ്സിലായി? ബൈ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each of rupees per share for every 4 ഷെയർ ഹോൾഡ്. 4 ഷെയർ ഹോൾഡ് ചെയ്തതിന് ഷെയർ എന്ന് പറഞ്ഞു. 4 ഷെയർ ഹോൾഡ് ചെയ്തതിന് എത്ര ഷെയർ? ഒരു ഷെയർ. ഓക്കെ. ഒന്നിൽ കൂടുതൽ പറയുമ്പോഴാണ് 2 shares for every 4 shares held എന്ന് പറയാം. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അങ്ങനെ വ്യക്തമായിട്ടും പറയും. 2. ഇപ്പം 2 shares for every 4 shares held. അപ്പൊ എന്താ ചെയ്യാ? ഇപ്പൊ 4 ഷെയർ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും? 2 ലക്ഷം ഇൻറ്റു കിട്ടുന്ന എത്ര? 2 എണ്ണം ഡിവൈഡ് ബൈ 4. അപ്പൊ നമുക്ക് 1 ലക്ഷം ആവും അല്ലെ? മനസ്സിലായോ? 50,000 എങ്ങനെ? പുതിയ ന്യൂ ഷെയർ ബോണസ് ഷെയർ നമ്മൾ കൊടുക്കുന്നത് 50,000 ആണെന്ന് പറഞ്ഞത് എങ്ങനെയെന്ന് മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്യൂ. യെസ്. അപ്പൊ ഇനി ഈ 50,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഈ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോണ ഷെയറിന്റെ വില എത്രയെന്നൊന്ന് കമന്റ് ചെയ്യൂ നിങ്ങള്. പുതുതായിട്ട് 50,000 ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യാണ്. ഈ 50,000 ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ 50,000 ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു ഷെയർ എത്രയാ കൊടുക്കണെന്നാ പറഞ്ഞേ? 10 രൂപന്റെ ഷെയർ 2 രൂപ പ്രീമിയത്തിന്. അങ്ങനെയാണെങ്കിൽ പുതുതായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്ന ഷെയറിന്റെ വില എത്രയാണ്? ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എത്ര വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഷെയറിന്റെ വില എത്ര? 10 ആണോ 12 ആണോ ഏതാണ്? അങ്ങനെ വരുമ്പോ ടോട്ടൽ എത്ര വരും? എത്ര വരുവാടാ? കിട്ടില്ല. 50,000 ഷെയർ ഉണ്ട്. ഒരു ഷെയറിന് വരുന്നത് വില 12 ആണ്. നമ്മൾ ബോണസാ കൊടുക്കണേ, പക്ഷെ അതിനൊരു വില അല്ലേ? 6 ലക്ഷം. പ്രവാഹനിധി 6 ലക്ഷം. 6 ലക്ഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതിലൂടെ മാറ്റാം. അപ്പൊ അതിന് 6 ലക്ഷം രൂപന്റെ ഫണ്ട് വേണം. അത് നമ്മൾ ക്യാഷ് ആയി കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. സനിൻ പറഞ്ഞ പോലെ കിട്ടൂല. പക്ഷെ നമ്മുടെ അടുത്ത് ഫ്രീ റിസർവ് എത്ര ഉണ്ട്? 8 ലക്ഷം ഉണ്ട്. ഫ്രീ റിസർവ് എത്ര ഉണ്ട്?
8 ലക്ഷം ഉണ്ട്. അപ്പൊ ജേണൽ എൻട്രി എന്താ? ഈ 8ന്ന് ഒരു 6 ലക്ഷം ഇങ്ങോട്ട് എടുത്തോളൂ, എന്നിട്ട് നമുക്ക് തീരുമാനാക്കാം. ഇതെന്താ ജേണൽ എൻട്രി? റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് 6 ലക്ഷം. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് 6. പക്ഷേ ഈ 6 ലക്ഷം ഷെയർ ക്യാപിറ്റൽക്കാണോ പോവുക? 6ല് 50,000 ഇൻറ്റു 10 ഷെയർ ക്യാപിറ്റൽക്ക് പോവുള്ളൂ. അതായത് 5 ലക്ഷം ഷെയർ ക്യാപിറ്റൽക്ക് പോവുള്ളൂ. 50,000 ഇൻറ്റു 2 1 ലക്ഷം രൂപ എങ്ങോട്ടാ പോവുക? സെക്യൂരിറ്റി പ്രീമിയത്തിലേക്കാണ് പോവുക. അതാണ് ജേണൽ എൻട്രി. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് 6 ലക്ഷം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷം, സെക്യൂരിറ്റി പ്രീമിയം 1 ലക്ഷം. ജേണൽ എൻട്രി ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യാം. ജേണൽ എൻട്രി ഓക്കെ ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യാം എല്ലാവരും. കൺഫ്യൂഷൻ ഉള്ള ആളുകൾ പറയണേ. ഞാൻ പല കമന്റുകളും ഇപ്പോഴാണ് ശ്രദ്ധയപ്പെടുന്നത്. പിന്നെ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. എൻട്രി ഓക്കെ അല്ലേ? എൻട്രി ഓക്കെ അല്ലേ? കൺവേർഷൻ ഓഫ് പാർട്ട്ലി പെയ്ഡ് ഷെയർ ആണ് ഇനി പറയാനുള്ളത്. കൺവേർഷൻ ഓഫ് പാർട്ട്ലി പെയ്ഡ് ഷെയർ. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് വെറൈറ്റി ഒരു പ്രാക്ടിക്കൽ എന്നുള്ള ഏരിയയിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുക്കാൻ കഴിയുമോ നോക്കാം. പാർട്ട്ലി പെയ്ഡ് നമുക്ക് പറയണം. ഒന്ന് ചെയ്യാം. 1-2 ക്വസ്റ്റ്യനും കൂടെ കിട്ടുമോ നോക്കാം. ഓർമ്മ വരാനാണ്. ഒന്നൊന്ന് വെയിറ്റ് ചെയ്തോ. അതെങ്കിലും നോക്കൂ. ഞാൻ ടെക്സ്റ്റ് എടുത്തിട്ട് ചെയ്ത ക്വസ്റ്റ്യൻ വരാമ്പൽക്കൊക്കെ മടിയെങ്കിൽ ക്വസ്റ്റ്യൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. കുറച്ച് ഡാറ്റ ഞാൻ തരാം. എ കമ്പനി ഹാസ് അക്യുമുലേറ്റഡ് large profit in the reserve account and board of directors decided to utilize a part of this share in order to make the capital properly representative of the financial position എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കമ്പനിന്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. കമ്പനിന്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്ര ഉണ്ട്? 8 ലക്ഷം രൂപ ഉണ്ട്. 8 ലക്ഷം രൂപ ഉണ്ട്.
8 ലക്ഷം രൂപ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ഒന്ന്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര ഉണ്ട്? 50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അത് ഫൈനൽ കോളിന്റെ കോളാണ്. ആദ്യം ഫൈനൽ കോൾ പറയാം. ആ ക്വസ്റ്റ്യനും ഫൈനൽ കോളാണ്. അതായത് നമ്മൾ ഇതവിടെ കേട്ടോ, ആ ക്വസ്റ്റ്യൻ വരുന്നതിന് മുന്നേ കാര്യം പറയാം. അതായത് അടുത്ത ഒരു ഇതാണ്, നമ്മൾ പാർട്ലി പെയ്ഡ് ഷെയർ ആണ് എന്നുണ്ടെങ്കിൽ, പാർട്ലി പെയ്ഡ് ഷെയർ ആണ് അതിന് നമ്മൾ ബോണസ് ഷെയർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, പാർട്ലി പെയ്ഡ് ഷെയറിന് ബോണസ് ഷെയർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ പാർട്ലി പെയ്ഡിന് എന്താക്കി മാറ്റണം? ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റണം. ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റിയതിന് ശേഷമേ ബോണസ് ഷെയർ കൊടുക്കാൻ പറ്റുള്ളൂ. നല്ലോണം ശ്രദ്ധിക്കുക. പാർട്ലി പെയ്ഡ് ഷെയർ ഉണ്ടെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് ആക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബോണസ് ഷെയർ ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ഈ ഫുള്ളി പെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? 2 മാർഗമുണ്ട്. ഒന്നെന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഓരോരുത്തർക്ക് ക്യാഷ് വാങ്ങുക, ബാലൻസ് ഫൈനൽ കോളിന് പൈസ കൊണ്ടുവരീന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ 2 എണ്ണത്തിനും കൂടെ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഇതിനെന്ത് ചെയ്യുക, ഇതിന് തൽക്കാലം ഒരു ബോണസ് കൊടുക്കാം. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതാണ് പറഞ്ഞത് എന്താണ്, ഫുള്ളി പെയ്ഡിനെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ ഫുള്ളി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ബോണസ് കൊടുക്കുക. അങ്ങനെ ബോണസ് ഷെയർ അല്ല, അവിടെ ബോണസേ വരുള്ളൂ. കാരണം ഷെയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഫുള്ള് വരണ്ടേ. അപ്പൊ അങ്ങനെ ബോണസ് കൊടുക്കുക. അതിനുശേഷം ഇത് എന്തായി മാറും? ഫുള്ളി പെയ്ഡ് ആയി മാറും. ഈ ഫുള്ളി പെയ്ഡ് ആയി മാറിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? അതിന് പുതുതായിട്ട് ഷെയർ കൊടുക്കുകയാണ്. ഇതിന്റെ രീതി എങ്ങനെയെന്ന് നമുക്ക് നല്ലപോലെ നോക്കാം. അതിനൊരു എക്സാമ്പിൾ ഞാൻ എടുക്കാം. കമ്പനിന്റെ അടുത്ത് 50,000 ഇക്വിറ്റി ഷെയർ ഉണ്ട്. 50,000 ഇക്വിറ്റി ഷെയർസ്, നല്ലോണം ശ്രദ്ധിക്കട്ടോ. കമ്പനിന്റെ അടുത്ത് 50,000 ഇക്വിറ്റി ഷെയറുകൾ ഉണ്ട്. 50,000 ഇക്വിറ്റി ഷെയർ ഉണ്ട്. അതിന് കമ്പനിന്റെ ഓഫ് 10 ഈച്ച് ആണ്. 10 ഈച്ച് ആണ്. പക്ഷേ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളൂ. ഇനി 50,000 ഇക്വിറ്റി ഷെയർ ഉണ്ട്. അതില് 10 രൂപയാണ് ഒരു ഷെയറിന്റെ വില. പക്ഷേ അതിൽ എന്തേ കൊടുത്തിട്ടുള്ളൂ? 7 രൂപ എന്ത് ചെയ്തിട്ടുള്ളൂ? പെയ്ഡപ്പ് ഉള്ളൂ. അതായത് അതിൽ 7 രൂപ, 10 രൂപന്റെ ഷെയർ ആണ്. പക്ഷെ 7 രൂപ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? പേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ബാലൻസ് കിടക്കണ 3 രൂപ കിട്ടാനുണ്ട്. ബാലൻസ് കിടക്കുന്ന 3 രൂപ എന്ത് ചെയ്യാനുണ്ട്? കിട്ടാനാണ്. കിട്ടിയിട്ടുണ്ടോ? കോള് ചെയ്യാനുണ്ട്, വിളിക്കാനുണ്ട്, കിട്ടാനാണ് 3 രൂപ. ഈ സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്ലി പെയ്ഡ് ഷെയർ എന്ന് പറയുന്നത്. ഈ പാർട്ലി പെയ്ഡ് ഷെയർ എന്താന്ന് മനസ്സിലായോ? 50,000 ഇക്വിറ്റി ഷെയർ ഉണ്ട്. അതിന് 10 രൂപ വെച്ചിട്ടാണ് ഒരു ഷെയറിന്റെ വില. അതിൽ 10 രൂപയും തന്നണോ? ഇല്ല, 7 രൂപയെ തന്നിട്ടുള്ളൂ. ഇതിനെ നമ്മൾ ഫുള്ളി പെയ്ഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് പാർട്ലി പെയ്ഡ് എന്നാണ്. ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ എന്ന് കമന്റ് ചെയ്യും. അമൽ, ഈ പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനി ഇപ്പം തീരുമാനിക്കുകയാണ് ഈ പാർട്ലി പെയ്ഡ് ഷെയറിന് ബോണസ് ഷെയർ കൊടുക്കണം എന്ന് തീരുമാനിക്കണമെങ്കിൽ ആദ്യം ഈ ഷെയർ ഫുള്ളി പെയ്ഡ് ആവണം. ഈ ഷെയർ ഫുള്ളി പെയ്ഡ് ആവാൻ വേണ്ടി കമ്പനി ആദ്യം കുറച്ച് ബോണസ് കൊടുക്കുക. ഇത് ഫുള്ളി ആവാൻ വേണ്ടി പുതിയ ഷെയർ കൊടുക്കല്ല, ഈ ഷെയർ ഫുള്ളി പെയ്ഡ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് എന്ത് ചെയ്യാണ്? ബോണസ് കൊടുക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് കമ്പനി തീരുമാനിക്കണം എന്താ വെച്ചാൽ, ഈ പാർട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട്, പാർട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? കമ്പനി ഒരു ബോണസ് കൊടുക്കുകയാണ്. എന്താ ബോണസ്? 50,000 ഷെയറിന് 3 രൂപ വെച്ച് വരണം. 50,000 ഷെയറിന് 3 രൂപ വെച്ചിട്ട് എത്ര വരും? 1,50,000 രൂപ ബോണസ് ആയിട്ട് കൊടുക്കാൻ പോവാ. അത് പുതിയ ഷെയർ കൊടുക്കുന്നുണ്ടോ? ഇല്ല, പഴയ ഷെയറിന്റെ കുറച്ച് ഭാഗം കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഫുള്ളി പെയ്ഡ് ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അതിന് പുതിയ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യും. അതൊന്ന് ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിക്കുക. എന്തായിരിക്കും ഇത്? ഫുള്ളി പെയ്ഡ് ആക്കാൻ വേണ്ടി ബോണസ് കൊടുത്താലുള്ള ജേണൽ എൻട്രി. ഫുള്ളി പെയ്ഡ് ആക്കാൻ വേണ്ടി ബോണസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ആക്കാൻ വേണ്ടി ബോണസ് കൊടുക്കുകയാണെങ്കിലും കമ്പനിന്റെ അടുത്ത് നല്ലോണം റിസർവ് വേണം. ഉദാഹരണത്തിന് കമ്പനിന്റെ അടുത്ത് ഒരു 15 ലക്ഷം റിസർവ് ഉള്ളതായിട്ട് നിങ്ങളെ മനസ്സിലുണ്ടായിക്കോട്ടെ. കമ്പനിന്റെ അടുത്ത് എത്ര റിസർവ് ഉണ്ട്? 15 ലക്ഷം റിസർവ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഫുള്ളി പെയ്ഡ് ആക്കാൻ വേണ്ടി ഇതിനൊരു ബോണസ് കൊടുക്കുകയാണ്. എങ്ങനെ ജേണൽ എൻട്രി വരിക എന്നറിയോ? നല്ലോണം ശ്രദ്ധിക്കുക. അങ്ങനെ ജേണൽ എൻട്രി വരിക, നമ്മുടെ റിസർവിനെ
റിസർവ് അക്കൗണ്ട് ഡെറ്റർ, റിസർവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്, റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ജേണൽ എൻട്രി തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്? 50,000 ഇൻറ്റു 3 1,50,000 ആണ് വരിക. എന്റെ ചോദ്യം ഒന്നാമത്തത്, ഈ 1,50,000 രൂപ എങ്ങനെ കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായോ? അതൊന്ന് കമന്റ് ചെയ്തേ. 1,50,000 രൂപ എങ്ങനെ കിട്ടിയത് എന്ന് മനസ്സിലായോ? നമ്മുടെ പഴയ 50,000 രൂപന്റെ ഷെയർ ഇല്ലേ, അതിന് ബാലൻസ് കിട്ടാനുള്ള 3 വെച്ച് ഗുണിച്ചപ്പോഴാണ് 50,000 കിട്ടുമ്പോൾ 1,50,000. ഓക്കെ. എന്നാൽ സാധാ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന് കൊടുക്കുകയാണെങ്കിൽ ബോണസ് തന്നെ കൊടുക്കുന്നത്. അതുകൊണ്ട് റിസർവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിനെ ക്രെഡിറ്റ് ചെയ്തു. ഈ ജേണൽ എൻട്രി ഓക്കെ ആണോ അല്ലേ? അതൊന്ന് കമന്റ് ചെയ്യും. റിസർവിനെ ഡെബിറ്റ് ചെയ്തു, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിനെ ക്രെഡിറ്റ് ചെയ്തു. ഇനിയാണ് എൻട്രിയിൽ മാറ്റം വരുന്നത്. ഫൈനൽ കോൾ വിളിക്കണം. ഫൈനൽ കോൾ എങ്ങനെ നമ്മൾ വിളിക്കുക? ഫൈനൽ കോളിന്റെ സാധാ ജേണൽ എൻട്രി എഴുതിക്കോളി. ഷെയർ ഫൈനൽ കോൾ, ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എത്ര ഫൈനൽ കോൾ വരിക? ഈ 1,50,000 തന്നെ. ഇത് നമ്മള് പാർട്ലി പെയ്ഡിൽ ബാക്കി 7 വിളിച്ചിട്ടില്ല, അത് വിളിച്ചതാണ്. ബാക്കി 3 വിളിച്ചിട്ടില്ല, അത് വിളിച്ചതാ. സാധാ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച ജേണൽ എൻട്രി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓക്കെ ആണോ? ഈ എൻട്രി ഓക്കെ ആണോ? ഇനി ഫൈനൽ കോളിന്റെ പൈസ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ജേണൽ എൻട്രി സാധാരണ എന്താ ചെയ്യാ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ. പക്ഷെ ഇവിടെ ബാങ്കിൽ പൈസ വരൂല. കാരണം അതിന് പകരം ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിന് പൈസ കൊടുത്തല്ലേ. അപ്പൊ അതിന്റെ ജേണൽ എൻട്രി ശ്രദ്ധിച്ചോളൂ. എന്താ? ആ ബാങ്കിന് പകരം ഇവിടെ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ എന്ന് എഴുതും. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ എന്ന് എഴുതുന്നതിന് പകരം ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ടു ഷെയർ ഫൈനൽ കോൾ എന്ന് എഴുതും. മൂന്നാമത്തെ എൻട്രി ഓക്കെ ആണോ? 3 എൻട്രി അപ്പൊ പറഞ്ഞ് ഫസ്റ്റ് റിസർവിനെ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിലേക്ക് മാറ്റി. എന്നിട്ട് ആ പാർട്ടി പെയ്ഡിനെ ഫുള്ളി പെയ്ഡ് ആക്കാനുള്ള കോള് വിളിച്ചു. മൂന്നാമത്തത് ആ പൈസ വരണം. അത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ എഴുതാൻ പറ്റൂല. കാരണം പൈസ അല്ല വരുന്നത്, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് എടുക്കുന്നത്. ഇപ്പൊ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ 1,50,000. ഓക്കെ ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യും. എല്ലാവരും കമന്റ് ചെയ്യും. കൺഫ്യൂഷൻ ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കണം. ഇനി നോക്കുക, ഇപ്പോഴും നമ്മൾ പുതിയ ബോണസ് ഷെയർ ഒന്നും ചെയ്തില്ല. അത് പഴയക്ക് ബാക്കി തകച്ചിട്ടേ ഉള്ളൂ. ഇനി നമ്മുടെ അടുത്ത് ഈ 50,000 ഷെയർ ഇല്ലേ, ഈ കമ്പനി തീരുമാനിക്കുകയാണ് നമ്മുടെ അടുത്ത് ഓൾറെഡി 15 ലക്ഷം ഉണ്ട്. ഇതിന് ആകെ നമ്മൾ എത്ര ഉപയോഗിച്ച? 1,50,000. ബാക്കി ഇനിയും 13,50,000 ഉണ്ട്. കമ്പനി തീരുമാനിച്ചെന്താണെന്നറിയോ? എന്താ തീരുമാനിച്ചത്? ഈ 50,000 ഷെയർ ഇല്ലേ, ഓരോ 5 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക്, ഓരോ 5 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് 2 ഷെയർ കൊടുക്കാൻ തീരുമാനിച്ചു. 5 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് 2 ഷെയർ കൊടുക്കാൻ തീരുമാനിച്ചു. അതും എങ്ങനെ? 3 രൂപ പ്രീമിയത്തില്. 10 രൂപന്റെ ഷെയർ ആണ്, 3 രൂപ പ്രീമിയത്തില്. പറഞ്ഞ മനസ്സിലായോ? ഓരോ 5 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കും 2 ഷെയർ പുതുതായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാണ്? 3 രൂപ പ്രീമിയത്തിൽ. ഒരു ഷെയറിന്റെ വില 10 രൂപയാണ്, അതിൽ 3 രൂപ പ്രീമിയത്തിലാണ്. എന്റെ ചോദ്യം പുതുതായിട്ട് എത്ര ഷെയർ നമ്മൾ ബോണസ് ഷെയർ കൊടുക്കുന്നുണ്ട്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർ എത്രണ്ണം കൊടുക്കുന്നുണ്ട്? അന്ന് കമന്റ് ചെയ്യും. നിലവിൽ നമുക്ക് 50,000 ഷെയർ ഉണ്ട്. 5 ഷെയർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പുതുതായിട്ട് 2 ഷെയർ കൊടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതുതായിട്ട് എത്ര ഷെയർ കൊടുക്കും? കമന്റ് ചെയ്യും. കണ്ടെത്തിയിട്ട് കാൽക്കുലേറ്റർ ഒക്കെ എടുത്തിരിക്കണം കേട്ടോ. 5 ഷെയർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 2 ഷെയർ കൊടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതുതായിട്ട് എത്ര ഷെയർ കൊടുക്കും? കമന്റ് ചെയ്യും. കണ്ടെത്തിയിട്ട് കാൽക്കുലേറ്റർ ഒക്കെ എടുത്തിരിക്കണം കേട്ടോ.
20K. റവാഹ് പറയുന്നു 20K. നിഷ്മലും 20K എന്ന് പറയുന്നുണ്ട്. എല്ലാരും കമന്റ് ചെയ്തോളി. ചാടി ചാടി ചെയ്യും. നമ്മളെ സഹദ ഉണ്ട് അവിടെ. സഹദ പാരന്റ്സ് മീറ്റിംഗ് വന്നിട്ട് നല്ല അഭിപ്രായമാണ് ഇതിനെ പറ്റി. ഓൾ അവിടെ ഉണ്ടോന്ന് സംശയം. ഓള് വന്നിട്ടില്ല അല്ലേ? ഇല്ല, കുഴപ്പമില്ല. 20,000 എങ്ങനെ കിട്ടി? വളരെ സിമ്പിൾ ആണ്. 50,000 ആണ് നമ്മുടെ അടുത്തുള്ള ഷെയർ ഇൻറ്റു പുതിയ ഷെയർ 2 കിട്ടും. എത്ര ഹോൾഡ് ചെയ്യണേന്? 5 അപ്പൊ എന്ത്? 5 ഇവിടെ 1 വെട്ടി. അപ്പൊ എത്രയായി? 10,000 ഇൻറ്റു 2 20,000. ഓക്കെ, 20,000 ഷെയർ 2/5. അതാണ് 20,000 ഷെയർ ഇഷ്യൂ ആണ്. 20,000 ഷെയർ ഇഷ്യൂ ചെയ്യാൻ നമുക്ക് എത്ര ഫണ്ട് വേണം? 20,000 ആണ് ഷെയർ. ഒരു ഷെയറിന്റെ വില 13 ആണ്. അപ്പൊ അതിന് ഫണ്ട് പറഞ്ഞാൽ റിസർവ് എടുക്കണം. എത്ര എടുക്കണം? 13 രൂപ എടുക്കണം. അപ്പൊ 20,000 ഇൻറ്റു 13 എത്ര ഇടാം? 20,000 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 2 ലക്ഷം അല്ലെ? 3 എന്ന് പറഞ്ഞാൽ 60,000. അപ്പൊ എത്ര വരും? അങ്ങനെ തന്നെ അല്ലേ? 2,60,000 ആണോ? പറ 2,60,000 ആണോ നമുക്ക് വേണ്ടത്? യെസ്, 2,60,000 വേണം. ഇതിന് റിസർവില് നമ്മുടെ അടുത്ത് 2,60,000 ഉണ്ടോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ അടുത്ത് 15 ലക്ഷം ഉണ്ടായിരുന്നു. അതിന്ന് നമ്മൾ 1.5 എടുത്തു. ബാക്കി ഇനിയുണ്ട്, ബാക്കിയുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ജേണൽ എൻട്രി ഇടും? ജേണൽ എൻട്രി എങ്ങനെ ഇടുക? സിമ്പിൾ ആണ്. റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. എത്ര വരും? 2,60,000. 2,60,000. ഇനി അടുത്ത എൻട്രി എന്താ? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ടു ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര വരും? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് 2,60,000. പക്ഷെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽക്ക് 2 ലക്ഷം വരുള്ളൂ. 60,000 സെക്യൂരിറ്റി പ്രീമിയത്തിലേക്കാണ് പോവുക. ടു സെക്യൂരിറ്റി പ്രീമിയം. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവരും? തബ്സീം ഓക്കെ ആണോ? തബ്സീമിന്റെ ഒരു കമന്റ് ഞാൻ ഇപ്പോഴാണ് കുറച്ച് മുന്നെയാണ് ശ്രദ്ധിച്ചത്. ഒന്നുകൂടെ പറയോ എന്നുള്ളൊരു കമന്റ് ഉണ്ടായിരുന്നു. മനസ്സിലായണോ ഇല്ലേന്നൊന്ന് കമന്റ് ചെയ്യാം. ഷഹാന, മിഥിലാജ്, വേഗം പോയി അവിടുന്ന്. ഓക്കെ, ഇതാണ് ഇപ്പൊ ഇതിലെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി ഇതില് ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ആണ് വരിക. 2 ടൈപ്പ് പറഞ്ഞാൽ പ്രീമിയം കൂടെ വന്നു. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരും. ഇനി വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ് ഉള്ളത് ഡിസ്കസ് ചെയ്യാന് അല്ലെ? ഇനി ഒരു വാല്യൂ ഓഫ് റൈറ്റ് മാത്രമല്ലേടാ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ. അതല്ലാതെ വേറെ എന്തുണ്ടോ? വാല്യൂ ഓഫ് റൈറ്റ് ഇതല്ലാതെ വേറെ എന്തുണ്ടോ? നിങ്ങളെ PDF ഒന്ന് എടുത്തു നോക്കി. എന്റെ ഏത് ഇതും തുറന്നു വരുന്നില്ല, അതുകൊണ്ടാ ചോദിച്ചത്. ഇനി വാല്യൂ ഓഫ് റൈറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും ഈ ചാപ്റ്ററിൽ ഉണ്ടോ? നോ, വാല്യൂ ഓഫ് റൈറ്റേ ഉള്ളൂ. ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ ചെയ്തൂടെ? സ്വന്തമായിട്ട് ചെയ്തൂടെ? അത് വെറുതെ തുറന്നു പറഞ്ഞ അങ്ങനെയാണെങ്കിൽ 8:15 നമുക്ക് പിടിക്കാം. ഈ സെബി ഗൈഡ് ലൈൻസ് ഒക്കെ നോക്കിയാണ്ടിട്ടോ, അത് ചോദിക്കും. എന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ ചെയ്തതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചുതരാം, നിങ്ങൾ ചെയ്താൽ മതി. എന്താ ഉള്ളത്? ദ ഫോളോയിങ് റെസൊല്യൂഷൻസ് വേർ പാസ്ഡ് ബൈ ദ ഡയറക്ടേഴ്സ് ഓഫ് XYZ ലിമിറ്റഡ്. കുറച്ച് തീരുമാനങ്ങൾ എന്ത് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓൺ 31st December 2025. എന്താണ്? ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ടു യൂട്ടിലൈസ് 5 lakh ഫ്രം ബാലൻസ് ഓഫ് ജനറൽ റിസർവ് ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് കൊടുക്കാൻ വേണ്ടി 5 ലക്ഷം നമ്മുടെ ജനറൽ റിസർവ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദ എബവ് എമൗണ്ട്, ഈ 5 ലക്ഷം രൂപ ഉണ്ടല്ലോ, ഈസ് യൂസ്ഡ് ഫോർ പേയ്മെന്റ് ഓഫ് ഫൈനൽ കോൾ.
അറ്റ് ₹10 ഈച്ച് ഓൺ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ മേലിൽ ഫൈനൽ കോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഇതെന്താ അർത്ഥം? പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡ് ആക്കാൻ ബോണസ് കൊടുക്കാന്നല്ലേ അതിനർത്ഥം? ആണോ അല്ലേ? കമന്റ് ചെയ്യും. ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യും. ദ എബവ് എമൗണ്ട്, മുകളിൽ കൊടുത്ത എമൗണ്ട് ഈസ് യൂസ്ഡ് ഫോർ പേയ്മെന്റ് ഓഫ് ഫൈനൽ കോൾ ₹10 ഈച്ച് ഓൺ 50,000 ഷെയർസ് ഓഫ് 100 ഈച്ച്. 50,000 ഷെയർ ഉണ്ട്, 50,000 ഷെയർസ് ഓഫ് 100 ഈച്ചിന്റെ ഫൈനൽ കോൾ ആയ 10 വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ്. അതിന്റെ കൂടെ ഇറ്റ് ഈസ് ആൾസോ പ്രപ്പോസ്ഡ് ടു യൂട്ടിലൈസ് ബാലൻസ് ഓഫ് ദ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് fully paid bonus shares in the ratio of 1 equity share for every 5 shares held. 5 ഷെയർ ഹോൾഡ് ചെയ്യുന്നതിന് 1 equity shares for every 5 ഷെയർ ഹെൽഡ്. 5 ഷെയർ ഹോൾഡ് ചെയ്യുന്നതിന് ഒരു ഷെയർ കൊടുക്കാൻ വേണ്ടി സെക്യൂരിറ്റി പ്രീമിയത്തിൽ എമൗണ്ട് എടുക്കാനും തീരുമാനിച്ചു. ജനറൽ റിസർവിൽ അവിടെ ഉണ്ടെങ്കിലും സെക്യൂരിറ്റി പ്രീമിയത്തിലെ പൈസ എന്ത് കൊടുക്കാൻ തീരുമാനിക്കാൻ, ബോണസ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 11 ലക്ഷം എടുക്കാനും തീരുമാനിച്ചു. എത്ര വേണോ അത് എടുക്കാം, 11 ലക്ഷം തന്നെ വേണം എന്നല്ല പറഞ്ഞത്. അപ്പൊ എന്താ ഇപ്പൊ തീരുമാനം? 2 കാര്യം തീരുമാനിച്ചു. ഒന്നെന്താ, ഈ 5 ലക്ഷന്റെ ജനറൽ റിസർവ് എടുത്തിട്ട് അതിന്ന് ഫൈനൽ കോളായ 10 രൂപ വിളിക്കണം. എത്ര ഷെയറിന്റെ മേലിൽ? 50,000 ഷെയറിന്റെ മേലിൽ. ഓക്കെ. അതേപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയത്തിൽ ഒരു 11 ലക്ഷം റുപ്യ ഉണ്ട്, അതിന് 5 ഷെയർ ഹോൾഡ് ചെയ്യുന്നതിന് ഒരു പുതിയ ഷെയർ കൊടുക്കാനും തീരുമാനിച്ചു. ക്വസ്റ്റ്യൻ മനസ്സിലായണോ ഇല്ലേ എന്ന് കമന്റ് ചെയ്യും. ക്വസ്റ്റ്യൻ മനസ്സിലായണോ ഇല്ലേ? നിങ്ങൾ സ്പീഡ് ആക്കണോട്ടോ ഞാൻ ചോദിക്കണേന്. പിന്നെ മനസ്സിലായിട്ടില്ല. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് നോക്കുക. The following resolution was passed by the directors on 31st December 2025. എന്താണ് ഫസ്റ്റ് തീരുമാനം? It is proposed to utilize 5 lakh from balance of general reserve. ജനറൽ റിസർവിലെ 5 ലക്ഷം ബാലൻസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പ്രപ്പോസ് ചെയ്തു. എന്തിനാ യൂട്ടിലൈസ് ചെയ്യുന്നത്? ഫോർ ബോണസ് ഷെയർ ഹോൾഡേഴ്സ്. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഒന്നാമത്തെ തീരുമാനം. രണ്ടാമത്തെ തീരുമാനം എന്താ? ദ എബവ് എമൗണ്ട്, ഈ 5 ലക്ഷം രൂപ ഈസ് യൂസ്ഡ് ഫോർ പേയ്മെന്റ് ഓഫ് ഫൈനൽ കോൾ അറ്റ് ₹10. ഫൈനൽ കോൾ എത്രയാണ്? 10 രൂപ. ഈച്ച് ഓൺ 50,000 ഷെയർസ് ഓഫ് 100 ഈച്ച്. 50,000 രൂപന്റെ ഷെയർ. എത്ര രൂപന്റെ ഷെയർ? 50,000 ഷെയർ ഓഫ് 100 ഈച്ച്. 100 രൂപയുടെ 50,000 ഇക്വിറ്റി ഷെയറിന്റെ ഫൈനൽ കോളായ 10 രൂപ വിളിക്കാൻ വേണ്ടി ഈ എബവ് എമൗണ്ട് പറഞ്ഞ ഈ 5 ലക്ഷം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഈ 2 കമ്പനിന്റെ ഡയറക്ടേഴ്സിന്റെ തീരുമാനങ്ങൾ പറഞ്ഞത് മനസ്സിലായിനോ? ഒന്ന് കമന്റ് ചെയ്യും. അഞ്ച് ലക്ഷം നമ്മുടെ റിസർവിലുണ്ട്, അത് എടുത്തിട്ട് 50,000 ഷെയർസിന്റെ ഫൈനൽ കോള് വിളിക്കാൻ തീരുമാനിച്ചു. അതിന് പൈസ അപ്പൊ കിട്ടൂല, അത് നമ്മളെ റിസർവ് എടുത്തു കൊടുക്കണം. ഓക്കെ ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യും. സ്പീഡാക്കി എല്ലാരും. രണ്ടാമത്തത്, ഇറ്റ് ഈസ് ആൾസോ പ്രപ്പോസ്ഡ് ടു യൂട്ടിലൈസ് ബാലൻസ് ഓഫ് സെക്യൂരിറ്റി പ്രീമിയം ടു ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റി പ്രീമിയത്തിലെ ബാലൻസ് എടുക്കാൻ തീരുമാനിച്ചു. ഈ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ എങ്ങനെ കൊടുക്കുക? ഇൻ ദ റേഷ്യോ ഓഫ് 1 ഷെയർസ് ഫോർ എവറി 5 ഇക്വിറ്റി ഷെയർ. എല്ലാ 5 ഷെയറിനും ഒരു ഷെയർ. ഓക്കെ. അപ്പൊ നമ്മുടെ സെക്യൂരിറ്റി പ്രീമിയം എത്ര ബാലൻസ് ഉണ്ട്? 11 ലക്ഷം രൂപ ബാലൻസ്. ഓക്കെ ആണോ? ഇപ്പൊ മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആദ്യം പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡ് ആക്കാനും പിന്നീട് സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് എടുത്തിട്ട് 5 ഷെയറിന് ഒരു ഷെയർ വീതം കൊടുക്കാനും തീരുമാനിച്ചു. യെസ് ഓർ നോ എല്ലാവരും കമന്റ് ചെയ്യണം. മുഴുവൻ തീരുമാനങ്ങൾ എന്താ? തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയാണ് ചെയ്യണം. അതെന്താണ്? ജനറൽ എൻട്രി പാസ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ ഇല്ലേ? കമന്റ് ചെയ്യണോ? ആണെങ്കിലും അല്ലെങ്കിലും കമന്റ് ചെയ്യും. എന്തായിരുന്നു ഉണ്ടാക്കുക? യെസ്. അപ്പൊ ഇനി ഇതിപ്പോ ജേണൽ എൻട്രി പറയാൻ ഇതിന് മാത്രം പണിയൊന്നുമില്ല. അതിന്റെ മുമ്പ് എനിക്ക് കിട്ടേണ്ട ഒരു ആൻസർ എന്താണെന്നറിയോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എത്ര ബോണസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്? നമ്മുടെ അടുത്ത് ഇത്ര ഷെയർ ഉണ്ട്, അതിൽ 5 ഷെയറിന് ഒരു ഷെയർ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എത്ര ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യണമെന്നൊന്ന് കമന്റ് ചെയ്യും.
എത്ര ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്? 10K. റവാഹു പറഞ്ഞത് 10K. കാരണം എങ്ങനെ? 50,000 ഷെയർ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ? അതിന് ഒരു ഷെയർ കൊടുക്കാണ് 5 ഷെയറിന്. അപ്പൊ 10,000 ഷെയർ ആണ് പുതിയത് കൊടുക്കുന്നത്. ഓക്കെ. ഇനി ജനറൽ എൻട്രി ശ്രദ്ധിക്കുക. ഈ 50,000 ഷെയറിന് ആദ്യം 10 രൂപ വരണം. അത് എത്രയാണ്? 5 ലക്ഷം. അത് മുഴുവൻ നമ്മുടെ ജനറൽ റിസർവ് എടുക്കും. അതിന്റെ ജനറൽ എൻട്രി ഞാൻ പെട്ടെന്ന് കാണിക്കാം, നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. അത് ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് 5 ലക്ഷം. ഇതെന്താണ്? ഫൈനൽ കോൾ വിളിച്ചതാണ്. എന്നിട്ട് അല്ല, ഫൈനൽ കോളിന്റെ എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് മാറ്റിയതാണ്. ഇനി ഫൈനൽ കോൾ വിളിക്കുകയാണ്. ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷം. ദെൻ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട് 5 ലക്ഷം. ഈ 3 എൻട്രി മനസ്സിലായിട്ടുണ്ടോ നോക്കി. 50,000 ഷെയറിന് 10 രൂപ ഫൈനൽ കോള് ആദ്യം ഷെയർ ബോണസ് ആക്കി കൊടുത്തതും അത് ഫൈനൽ കോൾ വിളിച്ചതും ആ കൊടുത്ത പൈസ ഷെയർ ഫൈനൽ കോളിലേക്ക് മാറ്റിയതുമാണ്. ഈ 3 എൻട്രി ഓക്കെ ആണോ നോക്കിയേ. ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്കഷന്റെ ഭാഗമാണത്. ആ എൻട്രി ഓക്കെ ആണോ അല്ലേ നോക്കി. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും ആണോ അല്ലേ എന്നുള്ളത്. ആ 3 എൻട്രി ഓക്കെ ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യും എല്ലാവരും. ഒന്നോ രണ്ടോ ആൾക്ക് കിട്ടിയാൽ പോരെ. 26 ആൾക്കാരുണ്ട്. 3 ആളുടെ പറ്റി ഇതിലാജി, ഇർഫാൻ, റവാഹ്. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ. ഇനി നമ്മളെ 10,000 ഷെയർ ഓക്കെ ആണ്. ജിഷാനക്ക് മനസ്സിലായിനോ? ഒന്നും പറയണില്ല അതോടെ അല്ലേ, എനിക്കറിയില്ല. ഓക്കെ. ഇനി ബാക്കി നമ്മുടെ ഈ 10,000 ഷെയർ നമ്മൾ പുതുത് കൊടുക്കുന്നു പറഞ്ഞില്ലേ, അതിന്റെ ജേണൽ എൻട്രി നോക്കിയേ. ആ 10,000 ഷെയറിന് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് പൈസ എടുക്കുകയാണ്. 10,000 ഷെയർ, അതിന് സ്വാഭാവികമായിട്ടും 100 രൂപയല്ലേ ഒരു ഷെയറിന്റെ വില. 10,000 × 100 10 ലക്ഷം. അതെന്ത് ചെയ്തു? സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ്. ഇതിൽ ടെക്സ്റ്റിൽ ഫൈനൽ കോൾ എന്നുള്ളത് കൊടുക്കാൻ പാടില്ല. ബോണസ് ഷെയർ ഹോൾഡേഴ്സ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഈ 10 ലക്ഷം എന്നും കൊടുത്തു. അതോടുകൂടി എൻട്രി തീർന്നു. അടുത്ത എൻട്രി അതെന്താ? പുതിയ 5 ഷെയർ ഉപയോഗിച്ചതിന് ഒരു ഷെയർ പുതിയത് കൊടുക്കല്ലേ, അതാണ് ഉദ്ദേശിച്ചത്. 5 ഷെയറിന് ഒരു ഷെയർ കൊടുത്തു. അപ്പൊ 10,000 ഷെയർ, ഒരു ഷെയറിന്റെ വില 100. അതെങ്ങനെ? പഴയ ഷെയറിന്റെ വില 100 ആണ്. അപ്പൊ പുതിയ കൊടുക്കുന്നതും 100-ന് തന്നെ കൊടുക്കുക. അപ്പൊ 10,000 × 100 1 ലക്ഷം, അല്ല 10 ലക്ഷം. ആ 10 ലക്ഷം ബോണസ് ഷെയർ ഹോൾഡേഴ്സിലേക്ക് മാറ്റി. പിന്നെ ഷെയർ ഹോൾഡേഴ്സിന് ക്യാപിറ്റൽക്ക് മാറ്റി. ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യും. ഈ എൻട്രീസ് ഓക്കെ ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യും. ഹലോ. യെസ്. ഇനി ലാസ്റ്റ് നമ്മളെ ഒരു ഇതും കൂടെ ഉള്ളൂ, വാല്യൂ ഓഫ് റൈറ്റ്. ബാക്കി നിങ്ങൾ എടുത്തോ നോക്കുക കേട്ടോ. വാല്യൂ ഓഫ് റൈറ്റ്. വാല്യൂ ഓഫ് റൈറ്റ് എങ്ങനെ കാണുക? റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ഷെയർ. കമ്പനി പുതിയ ഷെയർ കൊടുക്കുകയാണ്. ഇതൊക്കെ നോക്കണേ, ബോണസ് ഷെയറും സ്റ്റോക്ക് സ്പ്ലിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ. അപ്പോ റൈറ്റ് ഷെയർ കൊടുക്കുന്ന സമയത്ത് പുതിയ ഷെയർ, അതായത് മാർക്കറ്റിൽ 100 രൂപ വിലയുള്ള ഷെയർ എന്ത് ചെയ്യാണ്? ഷെയർ ഹോൾഡേഴ്സിന് ചിലപ്പോൾ 90 രൂപക്ക് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ 90 രൂപക്ക് കൊടുക്കുകയാണ്. അതിലൊരു ചെറിയ ബോണസ് എലമെന്റ് ഉണ്ട്. ആ ബോണസ് എലമെന്റ് ആണ് വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞു വരുന്നത്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾ ആ കാൽക്കുലേഷൻ നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഉദാഹരണത്തിന് കമ്പനിന്റെ അടുത്ത് 10,000 ഷെയർ ഉണ്ട്. ഓൾറെഡി കമ്പനിന്റെ അടുത്ത് 10,000 ഷെയറുകൾ ഉണ്ട്. 10,000 ഷെയർ ഉണ്ട് ഓഫ് 100 ഈച്ച്. ഓക്കെ, 100 ഈച്ചിന്റെ 10,000 ഷെയർ ഉണ്ട്. കമ്പനി പുതുതായിട്ട് റൈറ്റ് ഷെയർ കൊടുക്കാൻ തീരുമാനിച്ചു, റൈറ്റ് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ,
2 ഷെയർ പുതിയ ഷെയറാ കൊടുക്കാൻ തീരുമാനിച്ചത് ഫോർ 5 ഷെയർസ് ഹെൽഡ്. 5 ഷെയർ ഹോൾഡ് ചെയ്യുന്നതിന് 2 ഷെയർ കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എത്ര രൂപക്കാ കൊടുക്കുന്നത്? 120 രൂപക്കാണ് കൊടുക്കുന്നത്. ഇഷ്യൂ പ്രൈസ് എത്രയാണ്? ഇഷ്യൂ പ്രൈസ് 120 മാർക്കറ്റ് പ്രൈസ് അതിന് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 160. മാർക്കറ്റ് പ്രൈസ് 100 റുപ്യന്റെ ഷെയർ ആണ്. പക്ഷെ ഇപ്പൊ ഷെയർ മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് 160 രൂപക്കാണ്. അത് കമ്പനി എന്ത് ചെയ്യാണ്? 120 രൂപക്ക് കൊടുക്കുകയാണ്. അപ്പം ഇതില് വാല്യൂ ഓഫ് റൈറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് 2 മെത്തേഡ് ഉണ്ട്. അതിൽ ആ സിമ്പിൾ മെത്തേഡ് നമ്മൾ എടുത്താൽ മതി. നമുക്ക് പുതുതായിട്ട് എത്ര ഷെയറാ കിട്ടുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. പുതുതായിട്ട് നമുക്ക് എത്ര ഷെയറാ കിട്ടുന്നത്? 2 ഷെയർസ് ഫോർ എവറി 5 ഷെയർസ് ഹെൽഡ് എന്നല്ലേ പറഞ്ഞേ. പുതിയ ഷെയർ എത്രയാ കിട്ടുന്നത്? പുതിയ ഷെയർ എത്രയാ കിട്ടുന്നത്? 2. പുതിയ ഷെയർ 2. ടോട്ടൽ ഷെയർ എത്ര വരും? ടോട്ടൽ ഷെയർ എത്ര വരും? ഈ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ടോട്ടൽ എത്ര ഷെയർ വരും? 7 ഷെയർ വരും. അപ്പൊ 7 കൊണ്ട് ഹരിക്കുക. ഇനി മാർക്കറ്റ് പ്രൈസ് എത്രയെന്ന് പറഞ്ഞേ. മാർക്കറ്റ് പ്രൈസ് എത്ര? 160 മൈനസ് ഇഷ്യൂ പ്രൈസ് എത്ര? 120. ഇതാണ് ചെയ്ത വാല്യൂ ഓഫ് റൈറ്റ് കിട്ടും. മറ്റേ മെത്തേഡ് ചെയ്യണമെന്നൊന്നുമില്ല. വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? 2/7 ഇൻറ്റു 160 മൈനസ് 140 എന്ന് പറഞ്ഞാൽ എത്ര? അല്ല, 120 എന്ന് പറഞ്ഞാൽ 40. അപ്പൊ അത് 80/7 എന്നാവും. ആ എമൗണ്ട് എത്രയാണോ അതാണ് വാല്യൂ ഓഫ് റൈറ്റ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുകൂടെ? വാല്യൂ ഓഫ് റൈറ്റിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്തൂടെ? ചെയ്തുകൂടാ എല്ലാരും? വാല്യൂ ഓഫ് റൈറ്റിന്റെ ഇതവിടെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നല്ലോണം ശ്രദ്ധിക്കുക. ഈ പറയുന്ന വേർഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എ കമ്പനി ഓഫർ ടു ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ് ദ റൈറ്റ് ടു ബൈ 2 ഷെയർസ് അറ്റ് 150. എത്ര ഷെയർ ആണ്? 2 ഷെയർസ് അറ്റ് 150. ഇഷ്യൂ ചെയ്യുന്നത് 115 ഫോർ എവറി 5 ഷെയർസ് ഓഫ് 100 ഈച്ച് ഹെൽഡ്. 100 രൂപയുടെ 5 ഷെയർ ഹോൾഡ് ചെയ്യുന്നതിന് 115ന്റെ 2 ഷെയർ കൊടുക്കാൻ തീരുമാനിച്ചു. ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ എത്രയാണ്? 150. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത് തന്നെ ഏകദേശം ആവില്ലല്ലേ. മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 150. ദ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 30 ലക്ഷമാണ്. ഇത് വേണമെന്നില്ല. ഈ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം? നിങ്ങൾ ഓരോന്ന് എടുത്തോളൂ. ആദ്യം എന്താ നമ്മൾ എടുക്കേണ്ടത്? കമന്റ് ചെയ്തോളൂ. ആദ്യം ഏത് സംഖ്യയാണ് നമുക്ക് വേണ്ടത്? അത് വേണ്ട. എന്റെ ചോദ്യം ഇത്ര ന്യൂ ഷെയർ എത്രനാണ് കിട്ടുന്നതെന്നൊന്ന് കമന്റ് ചെയ്തേ. ന്യൂ ഷെയർ എത്രനാണ് കിട്ടുന്നതെന്ന് കമന്റ് ചെയ്തോളൂ. ന്യൂ ഷെയർ 2. എല്ലാവരും കമന്റ് ചെയ്തോളി. 2. ന്യൂ ഷെയർ കിട്ടുന്നതോടുകൂടെ നമ്മുടെ അടുത്ത് ടോട്ടൽ ഷെയർ എത്ര ആവും? ടോട്ടൽ ഷെയർ 7 ആയി മാറും. മാർക്കറ്റ് പ്രൈസ് എത്ര? കമന്റ് ചെയ്യും. മാർക്കറ്റ് പ്രൈസ് എത്ര? ഇതൊക്കെ 3 മാർക്കിന്റെ ഏരിയയിലോ അല്ല 6 മാർക്കിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾ കഴിച്ചായി. 3 മാർക്കിന്റെ ഏരിയയിലൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. 150. ഇഷ്യൂ പ്രൈസ് എത്ര? ഇഷ്യൂ പ്രൈസ് എത്ര? ഇഷ്യൂ പ്രൈസ് എത്ര? 115. അപ്പോ ഇതെങ്ങനെ ചെയ്യാ? 2 ഹരിക്കണം 7 ഇൻറ്റു 35 എന്നാവും. ഒന്നും കൂടെ എടുത്തു കഴിഞ്ഞാല് 70 ഹരിക്കണം 7 എന്നായി മാറും. ഇത് രണ്ടും ഇങ്ങനെ കുടിച്ചാണ്ടേ. അപ്പൊ 10 എന്നാവും. ഈ ക്വസ്റ്റ്യൻ നല്ല സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേടാ? എല്ലാരും കിട്ടിയ ഭാഗ്യം കുട്ടികൾ. ഇതൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഒഴിവാക്കി വിടാനൊന്നുള്ള ക്വസ്റ്റ്യൻ അല്ല, ചോദിക്കലുണ്ട്. ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്ലാസ് നിങ്ങളൊന്ന് നല്ലപോലെ ഒന്ന് കണ്ടിട്ട് ഇതിലുള്ള നോട്ടുകളൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. സ്പീഡ് ആക്കുക കേട്ടോ. ഇനി ഒരുപാട് ഇവിടെ വേറെ ഏതൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഏതാപ്പത്? എന്താ ഇത് നമ്മൾ ചെയ്തത് തന്നെ. ഇതൊന്നും എടുത്തേ. എ കമ്പനി ഈസ് പ്ലാനിങ് ടു റൈസ് ഫണ്ട് ബൈ മേക്കിംഗ് റൈറ്റ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ടു ഫിനാൻസ് ഇറ്റ്സ് എക്സ്പാൻഷൻ. ദ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 50 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞു. ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ എത്രയാണ്? 42 എന്ന് പറഞ്ഞു. കമ്പനി ഓഫർ റൈറ്റ് ടു ബൈ 2 ഷെയർസ് ഫോർ ഷെയർസ് അറ്റ് 11 ഫോർ എവറി 5 ഷെയർസ് ഹെൽഡ്. 5 ഷെയർ ഹോൾഡ് ചെയ്യുന്നതിന്
2 ഷെയർ കൊടുക്കാൻ തീരുമാനിച്ചു. ആ ഷെയർ എത്ര രൂപന്റെ ഷെയറാ? എത്ര രൂപന്റെ ഷെയറാ? അത് സ്വാഭാവികമായിട്ടും 10 ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ കൊടുക്കാൻ തീരുമാനിച്ചത്. എത്രയാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഇപ്പൊ എത്ര റുപ്യക്കാ? 11-നാണ്. അപ്പൊ ഇതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുക? ആ ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ നിങ്ങള്. ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. പുതിയ ഷെയർ എത്രയാണ് ക്വസ്റ്റ്യനിലുണ്ട്. എക്സിസ്റ്റിംഗ് ഷെയർ എത്രയെന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഷെയർ എത്ര വരും എന്ന് നമുക്ക് അറിയാൻ പറ്റും. മാർക്കറ്റ് പ്രൈസ് എത്രയെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ഇഷ്യൂ പ്രൈസ് എത്രയെന്നും ക്വസ്റ്റ്യനിലുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ വാല്യൂ ഓഫ് റേറ്റ് ഒന്ന് കമന്റ് ചെയ്തേ. പെട്ടെന്ന് ചെയ്യാം. കാൽക്കുലേറ്റ് 2 ഹരിക്കണം 7 ഇൻറ്റു 42 മൈനസ് 11. കാൽക്കുലേറ്റർ ഇതേ എക്സാമിന് തരുമ്പോ 3 ആയാലും 6 ആയാലും ഉള്ള ഡാറ്റ മുഴുവൻ എഴുതി വെച്ചേക്കണ്ടിട്ടോ. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇക്വേഷൻ ഒക്കെ കൊടുക്കുക. റൈറ്റ് ഷെയർ മൈനസ് ഫ്രഷ് പ്ലസ്. അതിൽ ഇക്വേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതി ചെയ്താ. ഒന്ന് റൈറ്റ് ഷെയർ ഞാൻ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. റൈറ്റ് ഷെയർ മൈനസ് ഡിവൈഡ് ബൈ എക്സിസ്റ്റിംഗ് ഷെയർ പ്ലസ് ഫ്രഷ് ഇഷ്യൂ ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ് ഒക്കെ എഴുതുക. ഓക്കെ, എന്നിട്ട് ഓരോന്നും സെപ്പറേറ്റ് വെവ്വേറെ എടുത്ത്. റൈറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ 2 എക്സിസ്റ്റിംഗ് ഷെയർ 5 മാർക്കറ്റ് പ്രൈസ്. കാരണം ഇതിന് 6 മാർക്കിനൊക്കെ ഇൻ കേസ് ഏതെങ്കിലും തലക്കൊടിവില്ലാത്ത ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രാക്ക് ചെയ്യണമെങ്കിൽ ഫുൾ ഡാറ്റ കൊടുക്കാനാണ്. മാർക്കറ്റ് പ്രൈസ് 42, ഇഷ്യൂ പ്രൈസ് 11, ഇങ്ങനെയൊക്കെ കൊടുത്തത് ഫുൾ ആക്കുക. ഓക്കെ, ഇതോടുകൂടി നമ്മൾ തൽക്കാലം ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ലെവൽ ചെയ്യാൻ കഴിയൂലേ? ആദ്യത്തെ 3 ജേണൽ എൻട്രി ഈ ഒരു ക്വസ്റ്റ്യനും. യെസ്, എന്നാ ഇനി വേഗം വീട്ടിൽ പോയിട്ട് വീട്ടിൽ തന്നെ ഉള്ളതല്ലേ. എന്നാ പെട്ടെന്ന് എന്ത് ചെയ്തോളി. ഇനി ഈ ക്ലാസ്, ഇതിന്റെ ക്ലാസ് ഉണ്ടല്ലോ യൂട്യൂബിൽ. ഇൻ കേസ് ഇനി വേണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് എന്ത് ചെയ്യുക, ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ എഴുതി ആൻസർ ചെയ്യണം. ക്വസ്റ്റ്യൻ എഴുതട്ടെ, ആൻസർ നല്ലോണം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഇന്ന് ചെയ്ത ആൻസർ നാളെ ഒന്ന് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴേ അത് മനസ്സിൽ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയല്ല. നമ്മൾ ഈ ക്ലാസ് ഇവിടെ എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ അല്ലേ? ബാക്കി നാളെ 9 മണിക്ക് ഉണ്ടാവും കേട്ടോ. സെറ്റ് അല്ലേ? രാവിലെ 9 മണിക്ക്. ഡിസ്കണക്ട്